ഇത് കണ്ട നല്ല ജ്യൂസ് കുപ്പി 10 രൂപയുടെ. ഈ സംഭവത്തിനെ കൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടെന്ന് നമുക്ക് പലർക്കും അറിയില്ലല്ലോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കഷ്ടപ്പെട്ട് വളർത്തി നമ്മുടെ ജീവിതമാർഗമായിട്ടുള്ള പശുക്കളെ ചെന പിടിപ്പിക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഡോക്ടർമാരേനെയും LI-മാരേനെയും ഒക്കെ വിളിക്കാറുണ്ട് അല്ലേ. അപ്പൊ അത് വിളിക്കുമ്പോൾ അവന്മാർ കൊണ്ടുവരണ ഒരു സംഭവമാണ് ഇത് അല്ലേ. എല്ലാവർക്കും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ ജ്യൂസ് കുപ്പിയിലാണ് ഇവര് പച്ചവെള്ളത്തിൽ ഈ സംഭവം ഈ സ്ട്രോ ഇട്ടിട്ട് കൊണ്ടുവരുന്നത് അല്ലേ. അതായത് കുത്തിവെക്കാനുള്ള ബീജം ഈ സാധനം ഇട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ വിളിച്ചിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണോ എവിടെയൊക്കെ പോയിട്ടാണോ ഇവർ വരുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്നും അറിയില്ല. നമ്മുടെ കേരളത്തിലെ ചെന പിടിക്കാനുള്ള പശുക്കൾക്കുള്ള ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 40%. ഈ 40% നമ്മളൊരു 70 മുതൽ 80% എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഫാം അല്ലെങ്കിൽ ഒരു ക്ഷീരമേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ ചെന പിടിപ്പിക്കുന്ന റേറ്റ് കൂടണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ജ്യൂസ് കുപ്പി മാറ്റിക്കൊണ്ടുള്ള കുത്തിവെപ്പ് കേട്ടോ. അപ്പൊ അതിന്റെ വിശദമായ വീഡിയോസും അതിന്റെ വിശദമായ കാര്യങ്ങളും ശാസ്ത്രീയമായ വശങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോവാട്ടാ. നമ്മൾ സാധാരണ രീതിയിൽ പശുവിനെ ഹീറ്റ് അല്ലെങ്കിൽ മതി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഡോക്ടറേനോ അല്ലെങ്കിൽ LI-മാരേനെ വിളിക്കും. അപ്പോൾ അവർ നേരെ ബൈക്കുമ്പിലോ ഓട്ടോറിക്ഷയിലോ നേരെ ഇങ്ങനെ ഒരു കുപ്പിയും ആ കുത്തി വയ്ക്കാനുള്ള സാമഗ്രികളൊക്കെ ആയിട്ട് വരും. പക്ഷെ ഇതിൽ എത്രത്തോളം ശാസ്ത്രീയത ഉണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഈ ബീജം നമ്മുടെ കേരളത്തിലെ 3 സ്റ്റേഷനുകളിൽ, അതായത് മാട്ടുപ്പെട്ടി, കൊളത്തൂപ്പുഴ, അതേപോലെ ധോണി മുതലായ 3 ഫാമുകളിൽ നിന്നുള്ള ബുൾ സ്റ്റേഷൻ, അവിടെ നിന്നും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രക്രിയയിലൂടെ നമ്മൾ ഈ ബീജം നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ലിക്വിഡ് നൈട്രജൻ, അതായത് ക്രയോക്യാനിൽ ലിക്വിഡ് നൈട്രജൻ -196 ഡിഗ്രിയിൽ തണുപ്പിച്ചിട്ട് ഫ്രോസ് ചെയ്തിട്ടുള്ള സെമനാണ് നമ്മൾ ഓരോ മൃഗാശുപത്രിയിലും ഓരോ സെന്ററുകളിലും സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ഒരു സെമൻ നമ്മൾ എടുത്തിട്ട് അതിനെ തോയിങ് എന്നുള്ളൊരു പേരാണ് വിളിക്കുക. ആ ഒരു പ്രൊസീജിയറിനെ ആ ക്രയോക്യാനിൽ പുറത്തേക്ക് എടുത്ത് കുത്തിയിട്ട് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കുന്ന പ്രോസസ്സിനെ തോയിങ് എന്നാണ് പറയുക. ആ തോയിങ് പ്രോസസ്സ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പണ്ട് കാലത്തെ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതുപോലെ തണുത്ത വെള്ളത്തിൽ പൈപ്പിലുള്ള അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഈ സെമൻ സൂക്ഷിച്ചിരിക്കുന്ന മൃഗാശുപത്രികളിലോ മറ്റുള്ള സെന്ററുകളിലോ സൂക്ഷിച്ചിരിക്കുന്ന പൈപ്പിലെ വെള്ളം ഈ കുപ്പിയിൽ പിടിക്കുകയും ആ കുപ്പിയിലിട്ടിട്ടാണ് ഈ സ്ട്രോ അല്ലെങ്കിൽ ഈ സെമൻ കൊണ്ട് നമ്മുടെ അടുത്തേക്കായിട്ട് ഫാമിലിക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് ആണ് ഇതിന്റെ അവിടെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് സാധാരണ രീതിയിൽ ആ ഫ്രോസൺ -196 ഡിഗ്രിയിൽ നിന്നും തണുപ്പിച്ചിട്ടുള്ള സെമനെ നമ്മൾ 36 ഡിഗ്രി മുതൽ 37, 38, മാക്സിമം 38 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉള്ള വെള്ളത്തിൽ ഇട്ടാലാണ് അതിന്റെ ബീജം കറക്റ്റായിട്ടുള്ള നമുക്ക് കിട്ടുള്ളൂ. അതിന്റെ ബീജം ആക്റ്റീവ് മോഡിൽ വരുള്ളൂ. ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട്, സാധാരണ രീതിയിൽ തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈപ്പ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ പോട്ടെ, മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്താൽ മാത്രമേ റേറ്റ് കിട്ടുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ വിളിച്ചതിന് ശേഷം ഇവര് ഏതൊക്കെ ഫാമുകളിൽ ഏതൊക്കെ വീടുകളിൽ കുത്തി വെച്ചിട്ടാണ്, എവിടെയൊക്കെ പോയിട്ടാണ്, എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫാമുകളിൽ വന്നിട്ട് നമ്മുടെ ഹീറ്റിൽ നിൽക്കുന്ന പശുവിനെ കുത്തിവെക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മുടെ കർഷകരെ ഏറ്റവും വലിയ ഒരു പ്രശ്നം നിൽക്കുന്നത്. അതായത് ചെന പിടിക്കാതെ വരുന്ന, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കർഷകരുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ സ്വയം ഒരു ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ ചിന്തിക്കാൻ മനസ്സിലാക്കും. അതായത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ചെന പിടിക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ കൊല്ലത്തിൽ ഒരു കുട്ടി ഉൽപ്പാദിപ്പിച്ച് വർഷത്തിൽ 305 മുതൽ 310 ദിവസം വരെ പാല് കിട്ടി വീണ്ടും അടുത്ത 13ാമത്തെ മാസം അടുത്ത പ്രസവത്തിന് തയ്യാറാക്കി ഒരു സിസ്റ്റം, ആ ഒരു റൊട്ടേഷനിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ പശു വളർത്തൽ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും വലിയ കൺസ്ട്രെയിൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ചെന പിടിക്കാത്ത വിഷയമാണ്. ഇതിന് ആധികാരികമായിട്ടുള്ള ഒരു സർവേ നടത്താനോ ഇതിലെന്താണ് പ്രശ്നമെന്ന് പഠിക്കാനോ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ഇതുവരെ ഡിപ്പാർട്ട്മെന്റുകളോ തയ്യാറായിട്ടില്ല. ഞാനിത് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ നിരന്തരമായിട്ട് റിസർച്ചും അതേപോലെ ഒബ്സർവേഷൻസും നമ്മുടെ നിരവധി വാട്സപ്പ് സോഷ്യൽ മീഡിയ കൂട്ടായ്മകളിലും ഒരുപാട് ഡോക്ടർമാരുടെ നിർദ്ദേശവും അതേപോലെ അവരുടെ അഭിപ്രായങ്ങളും പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രയോക്യാൻ കൊണ്ടുവന്ന് നമ്മുടെ ഫാമിലോ വീടുകളിലോ കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ ഈ തോയിങ് പ്രോസസ്സ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കുപ്പികളിലല്ല. നമ്മുടെ വീട്ടിലോ ഫാമിലോ നമ്മൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന ഒരു തെർമോമീറ്റർ നമ്മൾ വെക്കുകയും അതല്ലെങ്കിൽ അവരോട് കൊണ്ടുവരാൻ പറയുകയും, നമ്മൾ ഒരു ഇളം ചൂടുവെള്ളം, അധികം ചൂടാവാൻ പാടില്ല, ആവി പറക്കാൻ പാടില്ല, ഒരു ഇളം ചൂടുവെള്ളം, അതായത് ഒരു 35 മുതൽ 37 ഡിഗ്രി വരെ നമ്മൾ ടെമ്പറേച്ചറിൽ ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 30 സെക്കൻഡ് ഇട്ടതിന് ശേഷം ചെയ്യുന്ന ഇൻസിമിനേഷനാണ് ഏറ്റവും കൂടുതൽ ചെന പിടിക്കാനുള്ള സാധ്യത കണ്ടുവരുന്നത്.
അപ്പോൾ ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. അതായത് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരുപാട് പേര് പ്രൈവറ്റ് അല്ലെങ്കിൽ NDDB ഇൻസിമിനേറ്റേഴ്സ് ഒരുപാട് പ്രൈവറ്റ് കോഴ്സുകൾ ചെയ്തിട്ട് വന്നിട്ട് ഇൻസിമിനേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ലീഗലായിട്ട് അതോറിറ്റി ഉള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ശാസ്ത്രീയമായിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയും കൂടി ഇവർ കൊണ്ടുവരുമ്പോൾ അവർ എത്രയും വലിയ ക്രയോക്കാനാണെങ്കിലും അവരുടെ സ്കൂട്ടിയിലോ കാറിലോ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ 36 ഡിഗ്രിയിൽ ഇട്ട് ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ സെമൻ എന്ന് പറയുന്നത് ഒരിക്കൽ ക്രയോക്കാൻ എടുത്തതിന് ശേഷം വീണ്ടും അതിൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അത് ഡെഡായി പോവും. അപ്പോൾ ഈ ക്രയോക്കാനിന്ന് സെമൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പശുവിൻ്റെ ഹീറ്റിൻ്റെ ടോൺ അത് കറക്റ്റ് നോക്കി ഹീറ്റ് നല്ല മതിയിലാണെങ്കിൽ മാത്രം, നല്ല ഓവുലേഷൻ സ്റ്റേജിലാണെങ്കിൽ മാത്രമേ ഈ സെമൻ ക്രയോക്കാനിന്ന് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അവിടെയും കൂടി നമുക്കൊരു തെറ്റ് പറ്റുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഓവുലേഷൻ കറക്റ്റ് ആവില്ല, ഹീറ്റ് കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ധാരണയുടെ പുറത്ത് ഡോക്ടറെ വിളിക്കുകയും അവർ ഓൾറെഡി കൊണ്ടുവരുമ്പോൾ ഇത് എടുത്തിട്ടാണല്ലോ വരിക, അത് തിരിച്ചിതിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ സാധനം കയറ്റി കഴിഞ്ഞിട്ട് നമുക്കത് വീണ്ടും നമുക്ക് നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുത്തിവെച്ച് ജന പിടിച്ചില്ല, വീണ്ടും ഒരു 18 മുതൽ 21 ദിവസം വീണ്ടും കാത്തിരുന്നു, അതിലും ഈ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ വീണ്ടും കാത്തിരുന്ന് ഈ പശുവിനെ അവസാനം നമ്മൾ അറവിന് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ ചെയ്യുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസിമിനേറ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സമീപിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്രയോക്കോൺ കൊണ്ടുവന്ന് അവർ പശുവിനെ ആദ്യം ഹീറ്റ് നോക്കി കൈയിട്ട് നോക്കി ഓവുലേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരുപാട് ഇൻസിമിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ടൊന്ന് ശ്രമിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള സംവിധാനം തന്നെ നമുക്ക് ഒന്നും കൂടി ഇവരുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലേഷനിൽ, അതായത് ക്ഷീരവികസന വകുപ്പിലോ പഞ്ചായത്തിലോ മൃഗസംരക്ഷണ വകുപ്പിലോ ഏത് രീതിയിലെങ്കിലും നമുക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരുപാട് അവരോട് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ വീണ്ടും എല്ലാ വേദികളിലും നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് വേറൊരു ക്രയോക്കാൻ, ഒരു മിനി ക്രയോക്കാനുകളൊക്കെ ഇപ്പം നമുക്ക് വിപണിയിൽ കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്രയോക്കാൻ കൊണ്ടുവന്നിട്ട് കുത്തിവെക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു റിക്വസ്റ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് പല രീതിയിലും പോകേണ്ടുന്ന ഒരു അത്യാവശ്യമാണ്. നമ്മൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് കാലത്തൊക്കെ നമ്മൾ പശുക്കളേനെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണ്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ വീടുകളിലുള്ള പശുവിനെ നടത്തിച്ച് കിലോമീറ്ററുകളോളം കൊണ്ടുപോയിട്ട് മൃഗാശുപത്രിയിലാണ് അന്ന് ഇൻസെമിനേഷൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. അന്നൊന്നും ഡോക്ടർമാർ നമ്മുടെ വീടുകളിൽ വന്നിട്ട് കുത്തിവെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ചെന പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല, കറക്റ്റായിട്ട് നമുക്ക് ചെന പിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സംവിധാനത്തിലൂടെ പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ പെട്ടെന്ന് ഒറ്റ കുത്തിന് തന്നെ ചെന പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ക്ഷീരമേഖലയിൽ വിപ്ലവാത്മകരമായ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമ്മൾ ക്ഷീരകർഷകർ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രയത്നിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതറിയാത്ത ഒരുപാട് കർഷക സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ക്യാമറാമാൻ CM, ചിൽഡ്രൻസ് മദറിനൊപ്പം റിച്ച് ഫാർമർ പ്രമീഷ്.